പ്രശ്നങ്ങൾ വല്ലാതെ ബാധിക്കാതിരിക്കുന്നതൊക്കെ ഉൾപ്രദേശങ്ങളാണ്. അതുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ഉൾപ്രദേശങ്ങൾ തന്നെയാണ്. യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ അടുത്ത് താമസിച്ചിരുന്ന കാലത്തെക്കുറിച്ച് എപ്പോഴും പറയലുണ്ടായിരുന്നു. ഹലീമ ബീവിയുടെ സഅദിയ എന്ന് പറഞ്ഞ ഗോത്രമാണ്, അത് ഉൾനാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്താണ്. മക്ക എന്ന് പറയുന്നത് അന്നത്തെ അങ്ങാടിയാണ്, വർത്തക മുതലാളിമാർ താമസിക്കുന്ന സ്ഥലം, അതായത് കച്ചവടക്കാരുടെ സ്ഥലം. മക്കാർക്ക് ആകെ 2 പരിപാടിയാണുള്ളത്. ഒന്ന് കച്ചവടമാണ്, ഒന്ന് കൃഷിയാണ്. കൃഷി മക്കയിലല്ല, ശരിക്ക് മക്കത്ത് കൃഷി സ്ഥലമൊക്കെ കുറവാണ്. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ഈജിപ്ത്, ജോർഡാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷി സ്ഥലങ്ങളുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കൃഷി ചെയ്താൽ അതും കച്ചവടം തന്നെ ഇക്കാരം. അപ്പോൾ ഓലെ കൃഷി എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ്, കൃഷിയില്ലാത്തവർക്ക് അല്ലെങ്കിലും കച്ചവടമാണ്. അതുകൊണ്ട് മക്കയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കച്ചവടക്കാരായിരുന്നു. ഈ കച്ചവടക്കാർക്കൊരു പ്രശ്നമുണ്ട്, ഒരു ഭാഷ മുഴുവനായിട്ടും പറയില്ല, എല്ലാ ഭാഷയും കൂടിയാ പറയാം. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ചേരം നിന്നിട്ട് വന്നാൽ മലയാളം മുഴുവൻ പറയില്ല, കുറച്ച് മലയാളം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പുട്ടിൽ തേങ്ങട്ടമാതിരി ആവശ്യമില്ലാത്തടത്തൊക്കെ കുറേ ഇൻഷാല്ലയും ഒക്കെ ഉണ്ടാവും. കുറേ ആവശ്യത്തിന് പറയാനുള്ള സാധനമാണല്ലോ. ആവശ്യമില്ലാത്തടത്തൊക്കെ വല്ലായും സുമ്മ വല്ലായും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് അറബിയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ചൈനീസും ഒക്കെ കൂടിയിട്ടുള്ളൊരു സംസാരിക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധമായ അറബിയ സംസാരിച്ചിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് നബി തങ്ങൾ എപ്പോഴും വാചാലമായി സംസാരിക്കാറുണ്ടായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്നവൻ ഞാനാണ്, കാരണം ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് സഅദിയ ഗോത്രത്തിൽ നിന്നാണ്. സഅദിയ എന്ന് പറയുന്നത് ഉൾനാടൻ പ്രദേശമാണ്. ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ പഠിച്ചത്.